സംഘർഷമുണ്ടായിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധമാണ്. ഇപ്പോൾ പോലീസ് നടപടി എടുക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമവും അവിടെ തുടരുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരം 18ാം ദിവസവും തുടരുകയാണ്. അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസ് നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ള ഗ്ലാസ് ഷീൽഡുകളൊക്കെ പ്രവർത്തകർ തള്ളിമാറ്റി പോലീസിന് നേരെ ചെല്ലുകയാണ്. റോഷിപാൽ, എന്താണ് അവിടെ ഒരു കയർക്കലിലേക്കും വാഗ്വാദത്തിലേക്കും ഒക്കെ പോകാനുള്ള കാരണം? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് എത്തിയതിന് തൊട്ട് പിന്നാലെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. പിന്നാലെ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പ്രകോപിതരായ പ്രവർത്തകർ പോലീസ് നേരെ ആഞ്ഞെടുത്തു. പിന്നീട് പ്രവർത്തകർ പോലീസുമായുള്ള ഉന്തും തള്ളുമാണ്. ചില പോലീസുകാർ അകാരണമായി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ചാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസുമായുള്ള വാക്കേറ്റം നടക്കുന്നത്. പോലീസിനെ ACP ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ശാന്തമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും പ്രവർത്തകർ പ്രകോപിതരാണ്. അവർ ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളൽ തുടരുന്ന സാഹചര്യമാണ്. കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. മാർച്ച് എത്തി ആദ്യത്തെ മിനിറ്റിൽ തന്നെ പ്രകോപിതരായി പ്രവർത്തകർ ഇപ്പോൾ പ്രവർത്തകരും പോലീസുമായുള്ള ഉന്തും തുടരുന്നു. ആദ്യം തന്നെ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിൽ തന്നെയാണ് പോലീസ് വലിയ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. കൂടുതൽ പോലീസും ഉണ്ടായിരുന്നു. ഏതാണ്ട് 150 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാർച്ച്. ആ മാർച്ച് എത്തിയ ഉടൻ തന്നെ സമര ഗേറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് ആശാ പ്രവർത്തകരുടെ സമരം നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്രയും ഈ സംഘർഷം അത് വ്യാപിച്ചാൽ അത് സമരത്തിലേക്ക് പോകും, സമരത്തെ കൂടെ ബാധിക്കുമെന്ന തരത്തിൽ അത് പിന്നീട്, കാരണം അത്രയേറെ പ്രവർത്തകർ സ്ത്രീകളായ ആശാപ്രവർത്തകർ ഇന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലാത്തിചാർജിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതൊരുപക്ഷെ ഈ ആശാപ്രവർത്തകർക്ക് നേരെയും ലാത്തിചാർജ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും, കൈവിട്ടു പോകും എന്ന ഒരു ആശങ്ക പോലീസിനുമുണ്ട്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസ് തന്നെ വനിതാ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇതിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ തന്നെ ഈ ബാരിക്കേഡിന് മുന്നും പ്രവർത്തകരെ തള്ളി റോഡിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടന്നത്. കാരണം ബാരിക്കേഡിന് തൊട്ടടുത്ത് തന്നെയാണ് ആശാ പ്രവർത്തകർ സമരം നടത്തുന്നത്. അവിടെ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ആശാ പ്രവർത്തകർക്ക് നേരെയും ജലം ചീറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തള്ളി റോഡിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അവിടെ അങ്ങനെയാണ് പ്രകോപനമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകാരണമായി തങ്ങളെ കയ്യേറ്റു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് പോലീസുമായി ഏറെ നേരമായി ഉന്തുന്നുള്ളൂ. ഇപ്പോൾ അത് തൽക്കാലത്തേക്ക് ശാന്തമായെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള പ്രധാന ഗേറ്റിൽ, ഈ നോർത്ത് ഗേറ്റിൽ ഉള്ള ബാരിക്കേഡുകൾ അത് തള്ളി മാറ്റാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശാന്തരായോ? ജലപീരങ്കി വീണ്ടും പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ? നേതാക്കൾ ആരൊക്കെയുണ്ട്? അരുൺ സോളമൻ. അരുൺ സോളമൻ, ഇപ്പോൾ പ്രവർത്തകർ ശാന്തരായോ? റോഷിപാലിലേക്ക് വീണ്ടും. റോഷിപാൽ, യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോൾ ബാരിക്കേഡ് പിടിച്ചിളക്കുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗവും ഒക്കെ നടക്കാനുള്ള സാധ്യതയാണോ അവിടെ നിലനിൽക്കുന്നത്? സുജയ്, ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വീണ്ടും നേരത്തെ പോലീസുമായി ഉന്തും തള്ളും അതിനുശേഷമാണ് പ്രവർത്തകർ ഈ ജലപീരങ്കി തള്ളി മാറ്റാനുള്ള ശ്രമം തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ രണ്ടാം വട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ വീണ്ടും പ്രകോപിതരായി ജലപീരങ്കി നേരെ അടുക്കുന്ന സാഹചര്യമാണ്. ഏതാണ്ട് ഇപ്പോൾ ജലപീരങ്കി നേരെ തട്ടിക്കയറുന്ന ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ്. നേമം ഷജീറിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. ഇപ്പോൾ പോലീസുമായി തട്ടിക്കയറുകയാണ്.
യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെയാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. റോഷിപാൽ ഇപ്പോൾ വീണ്ടും വാക്കേറ്റത്തിലേക്ക് പോവുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ധാരാളമായി അവിടെ എത്തിയിട്ടുണ്ടോ? ഇതൊരു സംഘർഷ സാഹചര്യത്തിൽ തന്നെ തുടരുകയാണോ സെക്രട്ടേറിയറ്റ് പരിസരം? സുജയ, സംശയമില്ല. ഒരു ഭാഗത്ത് ഈ പോലീസ് ജലപീരങ്കിക്ക് അടുത്ത് സംഘടിച്ച പോലീസ് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരെ ആഞ്ഞെടുക്കുമ്പോൾ മറുഭാഗത്ത് ഈ ബാരിക്കേഡിന് തൊട്ടടുത്ത് വലതുഭാഗത്തായി കുറച്ച് പ്രവർത്തകർ അവിടെ നിൽക്കുന്ന പോലീസ് അതുവഴി തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും എല്ലാവരും ആ ഭാഗത്തേക്ക് പോവുകയാണ്. അതുവഴിയാണ് സാധാരണ സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് മതിൽ ചാടിക്കടക്കാനുള്ള ഒരു സ്ഥലം, ബാരിക്കേഡ് തീർക്കാത്ത ഇടം, അവിടേക്ക് എല്ലാ പ്രവർത്തകരും പോകുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സമരപ്പന്തലും, ആശാപ്രവർത്തകരുടെ സമരപ്പന്തലും. അവിടെ പോലീസിന് ജലപീരങ്കി ആ ഭാഗത്തേക്ക് പ്രയോഗിക്കുക അത്ര എളുപ്പമാകില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് കൂടി നിൽക്കുന്ന, അവിടെ തമ്പടിച്ചിരിക്കുന്ന പോലീസിന് അടുത്തേക്ക് പോയി അവിടെ തള്ളി മാറ്റി അവിടെ നിന്നും സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കടക്കാനുള്ള വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പാണ്. സൈറൻ മുഴക്കി കഴിഞ്ഞു. മൂന്നാം വട്ടം ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. തുടർച്ചയായി മൂന്നാം വട്ടം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ ജലപീരങ്കി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരം. അതിനു നേരെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ബാരിക്കേഡ് തകർക്കാനും അതോടൊപ്പം തന്നെ അവിടെ തമ്പടിച്ച പോലീസുകാരെ തള്ളി മാറ്റി സെക്രട്ടേറിയറ്റ് സംസ്ഥാന ഭാരവാഹികൾ, അധ്യക്ഷനടക്കമുള്ള ഭാരവാഹികളുണ്ടോ ഈ മാർച്ചിൽ? ജലപീരങ്കി സുജയ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ്. സംസ്ഥാന ഭാരവാഹികൾ പ്രധാനപ്പെട്ട നേതാക്കളില്ല. ഏതാണ്ട് ജില്ലാധ്യക്ഷൻ ഷജീർ നേമത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ്. ഇതിൽ സംസ്ഥാന നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊന്നുമില്ല. ഏതായാലും ഇപ്പോഴും അവർ വീണ്ടും ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമമാണ്. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു.